പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശങ്കരനാരായണാണെങ്കിൽ ആകെ കലിപ്പിലാണ്. ശ്രീകാന്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അയാൾ അങ്ങ് ആഞ്ഞടിച്ചു. എടാ സത്യം പറയടാ, വേദയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നീ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയത്? വിക്രമിനെയും അവളെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് നീ കളിച്ച നാടകങ്ങളൊക്കെ എനിക്കറിയാം. ശ്രീകാന്ത് ശങ്കരനാരായണന്റെ വാക്ക് കേട്ടൊന്ന് പതറി. അത് പിന്നെ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോഴേക്കും ശങ്കരന്റെ ശബ്ദം അങ്ങ് ഉയർന്നു. നിന്റെ നാക്ക് ഇറങ്ങിപ്പോയോടാ, മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ വിവരമറിയും. വേദ ഇങ്ങോട്ടേക്ക് വന്നതിന് പിന്നിൽ നിന്റെ എന്തോ ബുദ്ധിയുണ്ടെന്ന് എനിക്കുറപ്പാണ്. ദീപ്തിയും പത്മവും ഒക്കെ എന്ത് പറയണമെന്നറിയാതെ വായു പൊളിച്ച് നിൽക്കുമായിരിക്കും. അപ്പോഴേക്കും വർഷയും അങ്ങോട്ടേക്ക് വന്നു. ശങ്കരനാരായണൻ വിടാൻ ഭാവമില്ലായിരുന്നു. എപ്പോഴാണെങ്കിലും ഞാൻ ഇത് കണ്ടുപിടിക്കും, അതുകൊണ്ട് ഇപ്പോഴേ പറയുന്നതാ നിനക്ക് നല്ലത് എന്ന് അയാൾ ഒരു താക്കീത് പോലെ പറഞ്ഞു. ഒടുവിൽ പേടിച്ചിട്ടാണെങ്കിലും ശ്രീകാന്ത് ആ ഒരു സത്യമങ്ങ് വെളിപ്പെടുത്തി. അതേ അച്ഛ, ഞാൻ അവളെ പേടിപ്പിച്ച് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ ഡിവോഴ്സ് പേപ്പറിൽ നിർബന്ധിച്ചുകൊണ്ട് ഒപ്പിടിയിപ്പിച്ചു. പക്ഷേ അതൊക്കെ അവൾക്ക് വേണ്ടിയിട്ടല്ലേ? ആ ഗുണ്ട വിക്രമിന്റെ കൂടെ അവൾ ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയത്. അത് പറഞ്ഞു തീരും മുൻപത്തിന് ശങ്കരനാരായണന്റെ കൈ ശ്രീകാന്തിന്റെ കർണത്തേക്കങ്ങ് പതിച്ചു. നല്ല അറസലടി തന്നെയായിരുന്നു അത്. കർണവും പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകാന്തിനെ നോക്കിക്കൊണ്ടതിന് അയാൾ ആക്രോശിച്ചു. നിനക്കെങ്ങനെ സാധിക്കുന്നതാ ഇത്രമാത്രം ക്രൂരതയൊക്കെ ചെയ്യാൻ? വിക്രം തെറ്റുകാരനായിരിക്കാം, അവൻ പിടിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ നീ ചെയ്തതൊന്നും ആരും അറിയാത്തതുകൊണ്ടല്ലേ നീ ഇങ്ങനെ മാന്യനായി നടക്കുന്നത്? ശ്രീകാന്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടിയിട്ടാണ് അച്ഛാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ അങ്ങ് ദേഷ്യം ഇരട്ടിച്ചു. അന്തസ്സോ? നിന്റെ ഏത് അന്തസ്സിന്റെ കാര്യമാടാ നീ ഈ പറയുന്നത്? അവളുടെ ജീവിതം തകർത്തിട്ട് നിനക്ക് എന്ത് നേട്ടമാണുള്ളത്? ശ്രീകാന്ത് തന്റെ ന്യായങ്ങൾ നിരത്തി. ദർശനുമായിട്ടുള്ള അവളുടെ കല്യാണം നടന്നിരുന്നുവെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ടാകുമായിരുന്നു. ഇതിപ്പോ പെങ്ങളുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ച ഒരു ഗുണ്ടയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു നാണക്കേട് അച്ഛന് മനസ്സിലാകുന്നുണ്ടോ? ശങ്കരനാരായൺ അവനെ വിലക്കി. ഇനിയെങ്കിലും അവരുടെ പിന്നാലെ പോവരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പക്ഷേ നിനക്കിതൊന്നും കേട്ടാ മനസ്സിലാകുന്നില്ലേ? ശ്രീകാന്തിന് അച്ഛൻ തല്ലിയത് ഒട്ടും തന്നെ സഹിച്ചില്ല. അവൻ നേരെ വേദയുടെ മുറിയിലേക്ക് പാഞ്ഞു കയറി. അവളാണ് അച്ഛനോട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അവനെ ഉറപ്പിച്ചു. ആ സമയം മുറിയിൽ വിക്രമും വേദയും ഉണ്ടായിരുന്നു. ശ്രീകാന്തിന്റെ വരവ് കണ്ട് വേദ വിക്രമിനോട് മാറി നിൽക്കാൻ പറഞ്ഞു. നീ എന്തിനാടി അച്ഛനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്? നിനക്ക് ആ ഗുണ്ടയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുണ്ടോ? അവൻ ചോദിച്ചു. വേദ ഒട്ടും കുലുക്കമില്ലാതെ തന്നെ പറഞ്ഞു. ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതിന് ശ്രീയേട്ടൻ എന്താ കുഴപ്പം? ശ്രീകാന്ത് പുച്ഛത്തോട് ചോദിച്ചു. ഭർത്താവോ? നിനക്ക് നാണമില്ലേടി അവനെ ഭർത്താവ് എന്നൊക്കെ വിളിക്കാൻ? അപ്പോഴേക്കും അവരുടെ ബഹളം കേട്ട് മറ്റുള്ളവരെല്ലാവരും അങ്ങോട്ടേക്കെത്തി. ശ്രീകാന്ത് വീണ്ടും ഓരോന്നും പറഞ്ഞു തുടങ്ങിയപ്പോൾ വേദ അവനെ തടഞ്ഞു. വർഷേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ ചേച്ചി നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ വിക്രം കെട്ടിയ താലി എന്റെ കഴുത്തിലുണ്ട്. ശ്രീകാന്ത് നേരം കട്ടക്കലിപ്പിലായി. നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നോടി എന്ന് ചോദിച്ചുകൊണ്ടങ്ങ് ചീറിയെടുത്തു. ആ ഗുണ്ടയുടെ ഭാര്യയായി കഴിയാനാണോ നിന്റെ മോഹമെന്ന് അവൻ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. അന്നേരം വേദ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അതെ, ആ ഗുണ്ടയുടെ ഭാര്യയായി തന്നെ ജീവിക്കാനാണ് എന്റെ തീരുമാനം. വിക്രമിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഈ ആയുസ് മുഴുവൻ അവന്റെ കൂടെ തന്നെ ഞാൻ ഇരിക്കും. വേദ ഗാംഭീര്യത്തോടെ പറഞ്ഞു. അതിലിനി ശ്രീയേട്ടനൊരു സംശയവും വേണ്ട. ശ്രീയേട്ടൻ വിചാരിച്ചത് എന്റെ വായ മൂടിക്കെട്ടിട്ട് ഒരു മൂലക്കങ്ങ് ഇരുത്താമെന്നാണോ? എന്റെ സ്വത്തിന് വേണ്ടിയിട്ടില്ലേ നിങ്ങൾ ഈ കളിക്കുന്നതൊക്കെയെന്ന് വേദ ചോദിച്ചപ്പോൾ ശ്രീകാന്തിന്റെ നിയന്ത്രണം വിട്ടു. അവൻ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്തിട്ട് അവളെ അടിക്കാനോങ്ങിയതും ശങ്കരനാരായൺ അങ്ങ് ഞെട്ടിപ്പോയി. പക്ഷേ പെട്ടെന്ന് തന്നെ വാതിലങ്ങ് തള്ളി തുറന്നുകൊണ്ടതിന് വിക്രം അങ്ങോട്ടേക്ക് പുറത്തേക്കങ്ങ് ചാടി വന്ന് ശ്രീകാന്തിനെ ഒരൊറ്റ തൊഴി അങ്ങ് വെച്ചു കൊടുക്കും. ഫ്ലവർ വൈസ് അങ്ങ് തെറിച്ചുപോയി. ശ്രീകാന്ത് നിലത്ത് വീണു. വിക്രം അവന്റെ നെഞ്ചത്തേക്കങ്ങ് കാലെടുത്ത് വെച്ചുകൊണ്ട് തന്നെ പറയുന്നത്. നീ എന്താടാ വിചാരിച്ചത്? നിന്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ആരും അറിയില്ല എന്നോ? വർഷ വിക്രമിനെ തടയാൻ നോക്കിയെങ്കിലും അവൻ വിട്ടില്ല. എനിക്കിവനോട് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ശങ്കരനാരായണൻ അമ്പരപ്പോട് ചോദിച്ചു. വിക്രം, നീ എങ്ങനെ ഇവിടെ വന്നു എന്ന്? വേദ ഇടയിൽ കയറി പറയുന്നത്. അച്ഛാ, ഞാൻ പറയാം, പക്ഷേ അതിനു മുൻപ് ഇയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അച്ഛൻ അറിയണം. മയക്കുമരുന്ന് നൽകി എന്നെ ബോധമില്ലാതെ കെടുത്തിയതും മാഷിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വേദ ഓരോന്നോരോന്നായിട്ട് വെളിപ്പെടുത്തി. വിക്രം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ മകൻ കാരണമാണ് ഞാനും വേദയും അകന്നത് എന്ന്. വരുണിന്റെ കൊലപാതകത്തിനും പുളിക്കന്റെ മരണത്തിനും ശ്രീകാന്തിന് പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് എന്ന് വേദ പറഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ആകങ്ങ് തകർന്നു പോയി. ദീപ്തിക്കും വിക്രം ഇവിടെയുള്ള കാര്യം അറിയാമായിരുന്നു എന്ന് കേട്ടപ്പോൾ പത്മമങ്ങ് ഞെട്ടാണ്. ദീപ്തി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. വിക്രമേട്ടൻ നിരപരാധിയാണെന്ന് എനിക്കുറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ സഹായിച്ചത്. വരുണിനെ കൊന്ന കേസിൽ പ്രധാന സാക്ഷിയായ അനിയൻകുട്ടൻ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നതോടുകൂടി തന്നെ എല്ലാം തെളിയുമെന്ന് വിക്രം പറഞ്ഞു. ഞാനിപ്പോ വേദയും കൊണ്ട് പോവുകയാണ്. പക്ഷേ എല്ലാ സത്യങ്ങളും തെളിയിച്ച് ഞങ്ങൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് വിക്രം ശങ്കരനാരായണനോട്
ഉറപ്പു നൽകി. ശങ്കരനാരായണൻ കലിപ്പടക്കാനാവാതെ ശ്രീകാന്തിന്റെ കഴുത്തിനങ്ങ് പിടിച്ചു. എന്റെ കൺമുന്നിൽ നിന്ന് നീ ഇപ്പൊ തന്നെ പോയിക്കൊള്ളണം. ഇത്രക്ക് വൃത്തികെട്ടവനായി നീ പോയില്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവനെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കാട്ടോ ശങ്കരനാരായണൻ. വേദയുടെ സ്വത്തിനു വേണ്ടിയിട്ടാണ് മകൻ ഇത്രമാത്രം നീചമായ കാര്യങ്ങൾ ചെയ്തത് എന്ന് അവർക്ക് അതോടുകൂടി തന്നെ ബോധ്യപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വിക്രമും വേദയും അവിടെ നിന്നും യാത്രയായി. ഇതേ സമയം അനിയൻകുട്ടന്റെ വീട്ടിലേക്ക് കുറച്ച് ഗുണ്ടകളങ്ങ് ഇരിച്ചു കയറാണ്. ഒരേ ഒരു സാക്ഷിയായ അനിയൻകുട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രശേഖരനും ശ്രീകാന്തും ചേർന്ന് അയച്ചതായിരുന്നു അവര്. അനിയൻകുട്ടന്റെ അച്ഛനെയൊക്കെ തള്ളി മാറ്റിക്കൊടുത്തിന് അവരങ്ങ് അകത്തേക്ക് ഇരിച്ചു കയറി. അനിയൻകുട്ടന്റെ വീടിനുള്ളിൽ മരണം മണക്കുന്ന നിശബ്ദയായിരുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ചുകൊണ്ടതിന് അകത്തേക്ക് കയറിയ ഗുണ്ടകൾ ഓരോ മുറിയും അരിച്ചു പെരക്കാൻ തുടങ്ങി. അച്ഛനെ അവർ പിടിച്ചു തള്ളിയപ്പോൾ ആ വൃദ്ധൻ നിലത്ത് വീണുപോയി. പേടിച്ചു വിറച്ച് കാലിനരയിൽ ചുരുണ്ടുകൂടിയിരുന്ന അനിയൻകുട്ടന്റെ ശ്വാസം നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു അവര്. ഒരുത്തൻ അവന്റെ കാലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്കിട്ടു. മരിക്കാൻ പോകുന്നവന്റെ അവസാന നിലവിളി തൊണ്ടയിൽ കുടുങ്ങിയ നേരം പുറത്ത് ഒരു ബുള്ളറ്റിന്റെ ഇരുമ്പൽ കേട്ടു. ടയർ കരിഞ്ഞ മണത്തോടു കൂടെ തന്നെ വിക്രം അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. ബൈക്കിൽ നിന്നും ഇറങ്ങുന്ന വിക്രമിന്റെ കണ്ണുകളിൽ തീയായിരുന്നു. തടയാൻ വന്നവന്റെ നെഞ്ചത്തേക്ക് ഒരൊറ്റ ചവിട്ടങ്ങ് വെച്ചു കൊടുക്കാണ് വിക്രം. അവരങ്ങ് തെറിച്ചുപോയി. വീടിനുള്ളിലേക്ക് കുതിച്ചു കയറിയ വിക്രം അനിയൻകുട്ടന്റെ കഴുത്തിനങ്ങ് കത്തിവെച്ചിരിക്കുന്നവന്റെ കൈ അങ്ങ് തട്ടിമാറ്റി. പിന്നെ അവിടെ നടന്നത് ഒരു സംഹാര താണ്ഡവം തന്നെയായിരുന്നു. വിക്രമിന്റെ ഇടി കൊണ്ട് ഓരോരുത്തരും അങ്ങ് നിലംപരിശായി. ഒടുവിൽ അവരെ കെട്ടിയിട്ടുകൊണ്ട് തന്നെ വിക്രം പോലീസിനെ വിളിപ്പിച്ചു. അപ്പോഴേക്കും വേദയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പേടിച്ച് വിറച്ചു നിൽക്കുന്ന അനിയൻകുട്ടനെ ചേർത്തി പിടിച്ചുകൊണ്ട് തന്നെ അവൾ ആശ്വസിപ്പിച്ചു. പേടിക്കണ്ടടാ, സത്യം പറയാൻ വേണ്ടിയിട്ട് വിക്രമേട്ടൻ നിന്റെ കൂടെ തന്നെയുണ്ട് എന്ന് വേദ അവൻക്ക് ഉറപ്പു നൽകി. പിറ്റേന്ന് രാവിലെ തന്നെ ശങ്കരനാരായണന്റെ വീടിനു മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. കൂടെ വിക്രമും വേദയും അനിയൻകുട്ടനും ഉണ്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അനിയൻകുട്ടൻ വിറക്കുന്ന ശബ്ദത്തോടു കൂടി തന്നെ ആ ഒരു സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞു. പുളിക്കനെ കൊന്നതും വരുണിന്റെ കൊലപാതകം വിക്രമിന്റെ തലയിൽ കെട്ടിവെച്ചതെല്ലാം തന്നെ ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്നുകൊണ്ടാണെന്നും അവൻ തെളിവ് സഹിതം തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. അത് കേട്ട് തകർന്നുപോയ ശങ്കരനാരായണൻ തന്റെ മകനെ നോക്കി അറപ്പോടുകൂടെ തന്നെ കാറി തുപ്പി. പോലീസ് ശ്രീകാന്തിന്റെ കൈകളിൽ വിലങ്ങ് വെച്ചു. പോകുന്ന വഴിയിൽ അവൻ വിക്രമിനെ ഒന്ന് നോക്കി. പക്ഷേ വിക്രമിന്റെ കണ്ണുകളിൽ പകയല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ടവർക്ക് നീതി ലഭിച്ചതിന്റെ ആശ്വാസമായിരുന്നു. വർഷ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ തന്റെ വിധി ഓർത്തുകൊണ്ട് തളർന്നിരുന്നു. വേദ അച്ഛന്റെ അരികിൽ ചെന്ന് നിന്നു. മോളെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു ശങ്കരനാരായണൻ അവളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വിക്രമിനെ നോക്കി അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മോളെ സംരക്ഷിക്കാൻ നിന്നെ പോലൊരുത്തൻ വേണമെന്ന് എനിക്ക് വൈകിയാണ് മനസ്സിലായത് മോനെ. എല്ലാ തടസ്സങ്ങളും നീങ്ങി അഗ്നിസാക്ഷിയായി വിക്രം ഒരിക്കൽ കൂടി വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്ന അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. പഴയ പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം മറന്നുകൊണ്ട് തന്നെ ആ കുടുംബം ഒന്നായി മാറുന്ന കാഴ്ചയാകട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.